ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ആദർശമായിട്ട് ഇന്നലെ രാത്രിയാകുമ്പോൾ എത്തിയിട്ടോ. അപ്പൊ ഞാൻ ചായയുടെ പരിപാടിയിലാണ്. ഈ ദോശ അല്ലെങ്കിൽ അമ്മയും ചൂടാറുത് എന്താണെന്നറിയില്ല. അമ്മ ചുടുമ്പോ സംഭവം അങ്ങനെ അതിൽ കല്ലിൽ ഒട്ടിപ്പിടിക്കാം. അപ്പൊ ഇതൊക്കെ ആക്കുമ്പോ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അമ്മ തിരുമ്പാൻ പോയിക്കാട്ടാ. ആദർശേട്ടനാണ് വീഡിയോ എടുക്കണത്. എന്തായാലും ചായ തിളച്ചു. ചായക്ക് പൊടി ഇടട്ടാ. ആദർശേട്ടന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രിപ്പ് ഇട്ടപ്പോ ഇപ്പൊ നന്നായിട്ട് മാറിയിട്ടാ. ഇപ്പൊ കുറവുണ്ട്. എന്തൊക്കെ ഇട്ടെടുക്കണേ. അപ്പൊ വേഗം ചൂട് കൊടുക്കണേ. ദോശ ചുട്ട് കൊടുക്കട്ടെ. ആദർശേട്ടനാണ് ഇൻട്രോ എടുത്തത്. എന്റെ മുഖം ഞാൻ ശരിയും പറഞ്ഞ എനിക്ക് കണ്ണാടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നേരെ എന്താ പറയാ പല്ലേച്ച് നേരെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിന്നായിരുന്നു കേട്ടോ. എന്തോ ബസന്തി കോലത്തിലാണ് നിൽക്കുന്നത്. ഇൻട്രോയിൽ ഇനി എങ്ങനെയാണോ എനിക്കൊരു ഐഡിയ ഇല്ല. ദോശ ഇപ്പൊ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദർശേട്ടൻ പല്ലേക്കാൻ പോയിക്കാം. അപ്പൊ ചൂട് കൊടുക്കണേ കഴിക്കാലോ. അങ്ങനെ ഞാൻ ചൂട് കൊടുക്കുന്ന ആദർശേട്ടന് ദോശ ചുട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആദർശയുടെ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ദോശയും സാമ്പാറായിരുന്നു കേട്ടെന്ന്. അപ്പൊ അമ്മ ഇതേ ചായയൊക്കെ വെച്ചിട്ട് അത് എന്തോ മധുരം ഇട്ട് കൊടുക്കുക അങ്ങനെ എന്തോ ചെയ്യാണ്. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായിട്ടോ. പക്ഷെ ഇതേപോലെ ഞങ്ങൾ ഇതുവരെ വിട്ടു നിന്നിട്ടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് സർജറി കഴിഞ്ഞിട്ടും ഒരു 10-25 ദിവസം എന്റെ വീട്ടിൽ നിന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ പ്രഗ്നന്റ് ആയിട്ടും ഒരു 2 മാസത്തോളം ഞാൻ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ആദർശയുടെ ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്ന് പോവും. പക്ഷെ ഇതേപോലെ ഒരു 5-6 മാസം ഇങ്ങനെ വിട്ടു നിൽക്കണത് എന്താ പറയാ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി കുറച്ചുകൂടി നാള് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചാവും. എന്നാലും എനിക്ക് പണ്ടത്തെ ലൈഫ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ആദർശമായിട്ട് എവിടെ പോവാച്ചെങ്കിലും എന്നെ കൊണ്ടുപോകും. ഇപ്പൊ മുടി വെട്ടാനാച്ചെങ്കിലും പച്ചക്കറി വാങ്ങാൻ പോവാച്ചെങ്കിലും പെട്രോൾ അടിക്കാൻ പോവാച്ചെങ്കിലും വിക്രമാദിത്യന്റെ പിറകില് വേതാളുള്ള പോലെ എല്ലായിടത്തേക്കും ഞാൻ പോകും കേട്ടോ. അത് കാരണം ഇപ്പോൾ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങാതെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആവുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതേ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും അതുപോലെ തന്നെ ദോശയായിരുന്നു. അങ്ങനെ ഇതേ അമ്മ പണിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഒന്നും കഴിക്കാതെ പോകും. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ ഒരു പഴം എന്തെങ്കിലും എടുത്ത് കഴിക്കുക പറഞ്ഞപ്പോൾ അമ്മ ഒരു പഴം എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ചേട്ടൻ രാവിലത്തെ മരുന്നെടുത്ത് കുടിക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പുറത്തേക്ക് പോവാണ്ട്. അപ്പോൾ വേഗം ഇനി കാര്യങ്ങളൊക്കെ നോക്കണം. കഴിഞ്ഞ വർഷം ആദർശായിട്ടേക്ക് പിറന്നാളിനെടുത്തുന്ന ഡ്രസ്സാണ് കേട്ടോ. ഒരൊറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ചേട്ടൻ വരുമ്പോ ചേട്ടനോട് ഞാൻ എന്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ന് എടുത്ത് വന്നപ്പോഴാണ് കുറച്ച് കാഴ്ച ഞാൻ കണ്ടത്. കാണിച്ചു തരാട്ടോ. കണ്ടോ? പുതിയ ഡ്രസ്സ് ഒരൊറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. കൂറ എന്തോ വെട്ടി കടിച്ചു വെച്ചേക്കുന്നു. പക്ഷെ ഇങ്ങനെ കൂറ കിട്ടുമോ? എനിക്ക് തോന്നുന്നേ ഹാർട്ട് അറ്റാക്ക് വരും ഗൈസ്. എന്റെ എത്രയോ സാരിയോളം അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ അവസ്ഥ എന്താന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നിപ്പോ. ഈശ്വര എന്തായിരിക്കുന്നാവോ. ഞങ്ങളിതാ പുറത്ത് പോകാൻ വേണ്ടിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടിട്ട് ഡ്രസ്സ് എടുത്ത് നോക്കിയത്. അപ്പോഴാണ് ഇത് കാണുന്നത്. ഞാൻ പുറത്തേ പോവാൻ വേണ്ടിട്ട് ചേട്ടൻ കട്ട് ചെയ്തേ. ഞാൻ എന്താക്കും നോക്കി നോക്ക. കേക്കിട്ട് എടുക്കണ്ട്. ഞാൻ നോക്ക് കുളിക്ക്. അയ്യോ അയ്യോ ഞാൻ എന്റേതൊക്കെ തിരുമ്പാളൊക്കെ എടുത്ത് പോകുന്നത്. തിരുമ്പാണ്ട് കല്യാണ സത്യങ്ങളൊക്കെ നാശമായി പോയ പിന്നെ. അങ്ങനെ ഞങ്ങളിത് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾക്ക് ഇനി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണട്ടോ. അപ്പൊ അതിന് മുന്നേ ചേട്ടൻ വിളിക്കണ്ട അങ്ങോട്ട്. അപ്പൊ ചേട്ടൻ്റെ അടുത്തൊന്ന് പോയിട്ട് വേണം ഞങ്ങൾക്ക് തൃശ്ശൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു. ആദർശമായിട്ട് ഇതായിട്ട് ഷൂ ഇടുന്നുണ്ട്. ആദർശമായിട്ട് ഇപ്പൊ 82 കിലോന്ന് 64 കിലോ ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയാന്നാവോ. പാൻറ്റൊക്കെ നമ്മള് കയറ് വെച്ച് കെട്ടേണ്ട അവസ്ഥയായി. ആകെ ലൂസായിട്ട് ബെൽറ്റ് ഇട്ടാലും കൂടിയിട്ടേ ഇങ്ങനെ അഴഞ്ഞു നിൽക്കും ഒരു വൃത്തില്ലാതെ. പുതിയ പാൻറ്റുകളൊക്കെ എടുക്കേണ്ട അവസ്ഥയായി. അവിടെ ഓമക്കായ പഴുത്തുക്കുന്നുണ്ട്. ആദർശന് അത് വേണത്രേ. ഇപ്പൊ പൊട്ടിക്കാൻ നമ്മുടെ സമയം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് വെല്ലുമുളോടേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മാസം 22-നാണ് ചേട്ടൻ്റെ കല്യാണം. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ മാസം 22-നാണ് ഞങ്ങളുടെ വലിയച്ഛൻ്റെ മോളുടെ കല്യാണം കേട്ടോ, കോഴിക്കോട്. അപ്പൊ അതിനെനിക്ക് പോകാൻ പറ്റില്ല. ഈ ആദർശേട്ടൻ പൊടിക്ക് സമ്മതിക്കില്ല. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചറുടെ കല്യാണത്തിന് മുന്നേ നമുക്ക് എല്ലാവർക്കും കൂടി കൂടണം. അതുപോലെ തന്നെ ഡാൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം എന്നൊക്കെ. അപ്പൊ ഇത് ഞങ്ങളുടെ തറവാടാണ് കേട്ടോ. അച്ഛനും അച്ഛമ്മയും അവിടെ എന്തോ ഒരു അടക്ക എന്തോ മുറുക്കിയേ എന്തോ ഒരു പണിയിലാണ് കേട്ടോ. അങ്ങനെ ഇതേ കല്യാണത്തിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞത്. അപ്പൊ അതിനൊന്നേക്ക് ഇപ്പൊ പങ്കെടുക്കാൻ പറ്റില്ല. അതിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ കുറെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഭയങ്കര ആക്റ്റീവ്. ഇപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞേക്കണം ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കാനാണ്. പക്ഷെ ഈ ഒരു മുതൽ പറയുന്നത് നീ ആക്റ്റീവായിട്ട് ഇരുന്നോ, പക്ഷെ അത് ഇവിടെ മാത്രം ആക്റ്റീവായിട്ട് ഇരുന്നാൽ മതി, വേറെ എങ്ങോട്ടും വരണ്ട പറഞ്ഞിട്ട് എന്നെ അങ്ങനെ
സമ്മതിക്കുന്നില്ല കേട്ടോ തീരെ. ഞാൻ കുറേ പറഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ വിളിച്ചിൻ്റെ വീട് എത്തി. ചേട്ടൻ നമ്മളെ രാവിലെ തൊട്ടേ വിളിക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ കുടിക്കലും പുറപ്പെടലും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമായിട്ടോ. അപ്പോൾ ചേട്ടൻ മിനിഞ്ഞാന്ന് രാത്രി ആകുമ്പോഴാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കാണ്ടോ. ഇനിയും കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇനിയും കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. പിന്നെ മൂത്ത ചേട്ടൻ ഇപ്പോൾ കല്യാണത്തിന് കുറച്ച് മുന്നേ വരുള്ളൂ. എൻ്റെ പേര് വിഷ്ണു എന്നാണ് കേട്ടോ. എൻ്റെ മൂത്ത വലിയച്ഛൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. അങ്ങനെ ഇതേ കുറേ നേരം അവിടെ അങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വല്യമ്മയൊക്കെ അവിടെ ഓരോ പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഇതേ വിളക്കെത്തിക്കുക അങ്ങനെ എന്തോ ചെയ്യാനുണ്ടോ. പിന്നെ ഇതേ വിഷ്ണുവേട്ടനും മാതൃശേട്ടനും കൂടിയിട്ട് ചേട്ടൻ്റെ റൂം ഇതാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം കല്യാണത്തിന് മുന്നേ. അപ്പോൾ കട്ടിലൊക്കെ വാങ്ങിക്കാൻ പോകണം. പിന്നെ അവിടെ കുറേ പണികളുണ്ട് റൂമിൽ. ഈ റൂമിലെ കട്ടിലൊക്കെ മാറ്റണം അത്രേ. അപ്പോൾ ആദർശമായിട്ട് ഇതേ കട്ടിലിൻ്റെ അളവൊക്കെ കൊടുക്കുകയാണ്. ചെറിയ റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വർഷം മുന്നത്തെ ടെറസ് വീടല്ലേ. അപ്പോൾ പണ്ടത്തെ മോഡലിൽ ചെറിയ റൂമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും അളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിച്ചൊക്കെ ഇതേ ഉറക്കം എനിക്ക് വന്നു കേട്ടോ. നീയാണ് എന്റെ പടം എടുക്കുന്ന ആളല്ലേ. അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഉണ്ണീനെയൊക്കെ കളിപ്പിച്ചിരുന്നിട്ട് നമ്മളിത് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ചേട്ടനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ എന്തായാലും തൃശ്ശൂർക്ക് പോകണം. അപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്തോ ബെഡ് പിന്നെ കട്ടിൽ അങ്ങനത്തെ ഒക്കെ നോക്കാണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ ഡ്രസ്സും മാത്രമായിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്കല്ല ആദർശേട്ടനാണ് കേട്ടോ. ഷർട്ടും പാൻറ്റോളും ആദർശേട്ടൻ്റെ എല്ലാ പാൻറ്റും ആദർശേട്ടൻ ഭയങ്കര ലൂസായി വയ്ക്കുന്നു. അപ്പോൾ പിന്നെ കുറച്ച് പാൻറ്റ്സ് എടുക്കണം, ഷർട്ട് എടുക്കണം. അങ്ങനെ അച്ഛൻ്റെ അച്ഛമ്മയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങളിത് നടക്കാണ്ട് ഇവർ രണ്ടുപേരും നടന്നങ്ങോട്ട് വേഗം പോവുക. എനിക്ക് അച്ഛൻ പറഞ്ഞ പിന്നാലെ നടന്നെത്താൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര സ്പീഡ് തോന്നും. ഇപ്പോൾ എനിക്ക് അമ്മയുടെ ഒപ്പം നടക്കാച്ചെങ്കിലും അമ്മയുടെ ഒപ്പം നടന്ന് ഞാൻ എത്തില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ പതുക്കെ. അപ്പോൾ വിഷ്ണുവിൻ്റെ ഡയറി മിൽക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ ആദർശേട്ടൻ്റെ ഫ്ലാസ്കിൽ ചുക്ക് കാപ്പിയൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ്റെ സൗണ്ടൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ ഈ പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം ഈ ചുക്ക് കാപ്പി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കൈപിടിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെയായിരുന്നു വണ്ടി ഇട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ജസ്റ്റ് ചേട്ടൻ്റെ അടുത്ത് പോയതായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മളിനി തൃശ്ശൂർക്കാണ് പോകുന്നത്. ആദർശമായിട്ട് ഇപ്പോൾ വന്ന കാരണം കേട്ടോ എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചൊരു വിധായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഇനി ആക്റ്റീവായിട്ടിരിക്കണം. കുറേ നാളത്തോളം ഇങ്ങനെ ഇരുന്നതല്ലേ. അതിൻ്റെ ഇടയിൽ ആദർശേട്ടന് ചുക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ പതുക്കെ ഞാൻ എങ്ങനെയൊക്കെയോ തുറന്ന് വണ്ടി സൈഡാക്കിയിട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ടാട്ടോ പോയത്. പിന്നെ നമുക്കിത് എവിടെയാണ് കറക്റ്റ് ബെഡൊക്കെ നല്ലതുള്ളതെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മ്യൂസിയത്തിൻ്റെ മുമ്പിൽ തന്നെ കുറേ ചേട്ടന്മാരെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചു കേട്ടോ. അവർ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡ് ഉണ്ടല്ലോ തൃശ്ശൂർ. അപ്പോൾ അവിടെ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഇതേ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇവിടെ നിന്നൊക്കെ വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് നമ്മുടെ കോഴിക്കോടും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നത് കേട്ടോ. നമ്മൾ കോഴിക്കോട് നമ്മുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒരു 4 കിലോമീറ്റർ പോയാൽ തന്നെ നിറച്ച് ഫർണിച്ചർ ഷോപ്പും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു ഫർണിച്ചർ ഷോപ്പൊക്കെ കിട്ടണമെങ്കിൽ 25 കിലോമീറ്റർ പോകണം. പിന്നെ കുറേ ഓപ്ഷൻസ് ഒന്നുമില്ല. 1, 2, 3 കടകളുണ്ട്. അതായത് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ഇവിടെ പാർക്കിങ്ങിനാണ് ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ. കാരണം ഏത് സൈഡിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ നോക്കുന്നത്. പേ പാർക്കിങ് എവിടെയാ നമുക്ക് കറക്റ്റ് അറിയില്ല. എനിക്കും വലിയ പിടുത്തമില്ല, ആദർശേട്ടനും അറിയില്ല, വിഷ്ണുവേട്ടനും വലിയ ഐഡിയ ഇല്ല കേട്ടോ ഇവിടെ എവിടെയാ പേ പാർക്കിംഗ് എന്നൊക്കെ. അങ്ങനെ നമുക്ക് പോസ്റ്റ് ഓഫീസ് റോഡിൽ തന്നെ ഒരു പേ പാർക്കിംഗ് കിട്ടി കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ അവിടെ സൈഡാക്കി. പിന്നെ നമ്മൾ ഓരോ ഷോപ്പായിട്ട് കയറി തുടങ്ങി കേട്ടോ. ഇവിടെയൊക്കെ 2 ഷോപ്പ് ഞാൻ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയത് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. അവരെല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു കേട്ടോ. കുറേ മോഡൽസും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയിട്ട് തന്നെ നല്ലൊരു കസ്റ്റമർ സർവീസ് തന്നെയായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു. പിന്നെ ബെഡൊക്കെ ആദർശമായിട്ട് നോക്കി. പിന്നെ നമ്മൾ ഫസ്റ്റ് ഒരു കടയിൽ കയറി വിചാരിച്ചിട്ട് ആ കടയിൽ നിന്ന് എടുക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള 2 ഷോപ്പും കൂടി നമ്മൾ ജസ്റ്റ് കയറി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വരണ വഴിക്കാണ് ഒരു ലോട്ടറി വയ്ക്കുന്ന അച്ചാച്ചൻ വിഷ്ണുവിനെ പിടിച്ചു നിർത്തിയിട്ടോ. ആദർശേട്ടൻ നൈസായിട്ട് സ്കൂട്ടർ ചേട്ടനെ കൊണ്ട് ആള് ലോട്ടറി ഒക്കെ ഇടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തുള്ള വേറെ ഷോപ്പിലേക്ക് പോകാറുണ്ട്. അപ്പോൾ കുറച്ച് നടക്കാണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇന്നൊരു ടയർഡോ ഒരു ക്ഷീണോ ഒരു കാര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അങ്ങനെ ചേട്ടനും ആദർശേട്ടനും കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ നോക്കാൻ പോയത്. അപ്പോൾ അപ്സ്റ്റെയർ ആയിരുന്നു, കട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ താഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അവിടെ ഏറെക്കുറെയൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും സെറ്റായപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാനാട്ടോ പോകുന്നത്. അപ്പോൾ ആദർശേട്ടൻ്റെ കൈയൊക്കെ പിടിച്ച് ഭയങ്കര കെയറിങ് ആണ് കേട്ടോ ഈ കാര്യത്തിലൊക്കെ. അപ്പോൾ കല്യാണത്തിന് വേണ്ട ഒരു ഷർട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ ഏറെക്കുറെ ഓറഞ്ചോ ഡാർക്ക് മഞ്ഞ കളറാണ്. അപ്പോൾ ആ ഒരു ഷർട്ട് കിട്ടിയപ്പോൾ വേഗം അതെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആദർശേൻ്റെ ദിവസമാണ് കേട്ടോ. ഇന്നത്തെ ഷോപ്പിംഗ് ഫുള്ള് ആദർശേൻ്റെ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദർശേൻ്റെ പാൻസും കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇതേ അവിടെ നിന്ന് കാണാൻ ലിനൻ പാൻറ്റ് തന്നെയല്ലേ പേര് പറയുക, കറക്റ്റിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ അങ്ങനത്തെ പാൻറ്റോളും അങ്ങനത്തെ ഒരു 3 കളർ എടുത്തു. ഒരു വെള്ള, ഒരു ഡാർക്ക് ബ്രൗണ്, പിന്നെ ഒരു കുറച്ചും കൂടി ലൈറ്റ്
ഒരു ബീച്ച് തന്നെ ഞാൻ പറയാം, ഈശ്വരാക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല കേട്ടോ. അങ്ങനെ ആദർശേട്ടൻ ഓരോന്നും ട്രൈ ചെയ്യാൻ പോകുമ്പോൾ വിഷ്ണുവേട്ടൻ ഇതേ വ്ലോഗ് എടുക്കുന്നത്, വ്ലോഗല്ല ജസ്റ്റ് വിഷ്ണുവേട്ടൻ വീഡിയോ എടുക്കാണ് കേട്ടോ. അങ്ങനെ ഇതേ അവർ ഷേപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ആദർശേട്ടൻ ഇട്ട് നോക്കിയപ്പോൾ ആദർശേട്ടൻ തടി കുറഞ്ഞ കാരണം ഏറെക്കുറെ എല്ലാം പെട്ടെന്ന് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഇതൊക്കെ നമ്മൾ സെറ്റായി, അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തു, നമുക്കൊരു സ്പ്രേ കുപ്പിയൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ കാണുന്ന ഷോപ്പിലൊക്കെ ജസ്റ്റ് കയറുന്നുണ്ട്, പക്ഷെ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അവർ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. എനിക്ക് ആകെ 3 ലെഗിൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഒരു ബ്ലാക്കും ഒരു വൈറ്റും പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറുള്ള ഒരു പാൻറ്റും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഷടപടേന്ന് എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു. എന്നിട്ട് ഇവിടുത്തെ ബില്ലൊക്കെ പേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദർശാണ് ഒരു ടീഷർട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി കേട്ടോ. അപ്പോൾ എനിക്ക് സുഡിയോയിലോ ട്രെൻഡ്സിലോ കയറണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പോണ വഴിക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് മെൻസിൻ്റെ കട കാണുമ്പോൾ നമ്മളവിടെ കയറും കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടനും ആദർശനും അവിടെ ഭയങ്കര ഷോപ്പിങ്ങിലാണ്. ഞാനിവിടെ വേഗം ഒരു സ്റ്റൂളിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടനും പിന്നെ എന്തോ 2 ഷർട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ആദർശനും വിഷ്ണുവേട്ടനും ഇവിടെ ഓരോ ഷർട്ടുകളും എടുക്കുന്നു, ഇട്ട് നോക്കുന്നു, ഇറങ്ങുന്നു, അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശമായിട്ട് ഇത് വെള്ള ഷർട്ടൊക്കെ എടുത്തിട്ട് നോക്കി, പക്ഷേ എനിക്ക് അതധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് തിരക്കായോടെ ഞാൻ 2 പേരും കൂടിയിട്ട് ഇതേ മാറ്റാനും ഒക്കെ ഒരുമിച്ചാട്ടോ കയറുന്നത്. അങ്ങനെ ഞാൻ ഇരുന്നിരുന്നേക്ക് വയ്യാതിയപ്പോൾ ആദർശേട്ടൻ അവിടെ ഞാൻ ചാരാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ ആദർശേട്ടൻ്റെ മേത്ത് ചാരി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഏറെക്കുറെ നമ്മളെ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് പുറത്ത് വെറും നല്ല 200 രൂപയ്ക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീഷർട്ടൊക്കെ നോക്കിയിട്ടേക്കണു. പക്ഷെ നമ്മൾ എടുത്തില്ല, നമ്മൾ ജസ്റ്റ് നോക്കുക ചെയ്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി. എനിക്ക് പ്രത്യേകിച്ച് വിശപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദർശാണ് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഈ കടകളുടെ ഇടയിൽ കൂടി ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഫുഡിൻ്റെ സ്ഥലം ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ മുഖത്തൊക്കെ നമ്മൾ വെയിലത്തൊക്കെ നടന്നിട്ട് മുഖത്തൊക്കെ ആകെ ചെളി പിടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറാട്ടെ പറഞ്ഞത്. അങ്ങനെ എൻ്റെ ചോറ് പെട്ടെന്ന് തന്നെ കിട്ടി. ചോറും മീൻകറിയും എന്തൊക്കെ ഉപ്പേരി അങ്ങനെ എന്തൊക്കെയായിരുന്നു. അങ്ങനെ ഇത് ഞാൻ ചോറിനാൻ വേണ്ടിയിരുന്നു. വിഷ്ണുവേട്ടൻ എന്തോ പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു. ആദർശേട്ടൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇരുന്ന് ഇതേ ചോറിനാണ് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഇത് എൻ്റെയാണ് ആദ്യം ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വിഷ്ണുവേട്ടൻ്റെ പൊറാട്ടയും ചിക്കൻ കറി എത്തി. അങ്ങനെ 3ാമത്താണ് ആദർശേട്ടൻ്റെ ഫുഡ് എത്തിയത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് വേറെ പണികളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ആയം പണിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചേക്ക് വീട്ടിൽ പോവാം എന്നായിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിഷ്ണുവേട്ടൻ പറഞ്ഞു നമ്മൾക്ക് നേരത്തെ കയറിയ ഷോപ്പ് ഉണ്ടല്ലോ കട്ടിലിൻ്റെ ഒക്കെ ബെഡൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒന്നും കൂടി കയറണം, ഒന്ന് കൺഫേം ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ അവിടെയും കൂടി കയറിയിട്ടോ. ഞങ്ങളുടെ ഏറെക്കുറെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിൽ സ്റ്റുഡിയോയ്ക്ക് കൂടി എനിക്ക് കയറാണ്ട്. പക്ഷെ നന്നായി ടയേർഡായി. വിഷ്ണുവേട്ടൻ നമ്മൾ രാവിലെ വന്ന ഷോപ്പിക്ക് തന്നെ എന്തോ കാര്യം നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റുഡിയോയിലൂടെ കയറിയിട്ട് വീട്ടിൽ പോയി. ഫുഡ് കഴിക്കണ വരെ ഞാൻ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, ഉറക്കമൊക്കെ വരിക. അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ, നമുക്ക് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ നൈസായിട്ട് ഉറക്കം വരുമല്ലോ. അങ്ങനെ ഇതേ നമ്മൾ കാർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ നമ്മൾ കാറിൽ ഇരുന്നിട്ടാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത്. ആദർശേട്ടൻ്റെ പ്ലാനിങ് ആണ് കേട്ടോ. അഞ്ജുവിനൊരു സർപ്രൈസ് കൊടുക്കാന്ന്. അഞ്ജു എന്ന് പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാട്ടോ. അപ്പോൾ അഞ്ജു വർക്ക് ചെയ്യുന്നത് അമല ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കൂടി പോകാമെന്ന് വിചാരിച്ചു. അഞ്ജു എന്ന് വിളിക്കണുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ആവാൻ പോണ കുട്ടിയാണ്. പക്ഷേ സെയിം ഞങ്ങളൊക്കെ ഒരേ ഏജാണ്. അപ്പോൾ എനിക്ക് ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നുക. നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ട് ആൾ പറഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ചാൽ മതി, ചേച്ചി എന്നൊക്കെ വിളിക്കുമ്പോൾ എന്തോ പോലെയോന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി അങ്ങനത്തെ കമ്പനിയാണ് കേട്ടോ. 3 മണിക്ക് ആകുമ്പോഴേക്കും നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അമല ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇവളുടെ വർക്ക് കഴിയുമ്പോൾ ഏതാണ്ട് 4 മണിക്ക് ആവുത്രേ. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ പോസ്റ്റ് ആവുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് അല്ലേ അതിൻ്റെതായ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദർശേട്ടനും വിഷ്ണുവേട്ടനും കൂടിയിട്ട് എന്നെ ഇവിടെ ഇറക്കിയിട്ട് അവർ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അങ്ങനെ ഞാൻ ഫോണിലേക്ക് നോക്കിയപ്പോഴാണ് എൻ്റെ കൺമശൊക്കെ പരന്ന് ഞാനാകെ ഭദ്രക്കാളി കണക്കിനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ കുറച്ച് നേരം ഇവിടുത്തെ ഈ ഡെക്കറേഷനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ദൂരെ തോന്നുന്നു വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാട്ടോ ഇവർ 2 പേരും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു. നമ്മളൊരു 3:30 ആവാറാകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണി വരെ നമ്മൾ എന്തായാലും പോസ്റ്റ് ആവും. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 3 പേരും നടക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛൻ ഇനി കുറേ നേരം നിൽക്കണ്ട, ഇത്രയും നേരം നടന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാൻ ഇനി അധികം റിസ്ക് എടുക്കണ്ടെന്ന്. അങ്ങനെ പതുക്കെ സ്റ്റെപ്പൊക്കെ കയറി നമ്മളിതേ അവൾ വർക്ക് ചെയ്യുന്ന അവിടത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ആദർശേട്ടൻ്റെ മാസ്റ്റർ പീസ് ഐറ്റംസ് ഒക്കെ വിഷ്ണുവേട്ടൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ. വിഷ്ണുവേട്ടൻ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പുറത്തൊന്നും ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നേരം നിൽക്കണ്ട പറഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറി ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവള് വർക്ക് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ 5 ഇരിക്കുന്നിടത്ത് മാത്രം ഭയങ്കര തിരക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ
ഞങ്ങൾ വിചാരിച്ചു എന്താപ്പോൾ ഇത് കഴിയാറായില്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഞങ്ങൾ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഫോണിലൊക്കെ തോണ്ടിയിരുന്നു. വിഷ്ണുവേട്ടൻ കാണണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് ഒളിച്ചിട്ടൊക്കെ തല കുമ്പിട്ടിട്ടൊക്കെ കേട്ടോ ഇരിക്കുന്നത്. അഞ്ചു വെച്ചെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് മൈൻഡ് പോലും ഇല്ല കേട്ടോ, കാരണം അവരുടെ ഭാഗത്ത് ഭയങ്കര തിരക്കാണ്. അപ്പോൾ 4 മണി ആവാറായിട്ടുണ്ട്, ഇതിന് വർക്ക് കഴിഞ്ഞ് ഇറങ്ങും ചെയ്യണം, അതിൻ്റെതായ ഓട്ടപ്പാച്ചിലാണ് അഞ്ചൂട്ട. ഞങ്ങൾക്ക് അച്ചങ്ങ് ഇരുന്നിട്ട് നേരം പോണില്ല കേട്ടോ. അങ്ങനെ കുറെ നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു. 4 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പോഴും ഞങ്ങളുടെ വിശ്വാസം അഞ്ചു ഞങ്ങളെ കണ്ടിട്ടില്ല എന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് സ്റ്റെപ്പൊക്കെ പതുക്കെ ഇറങ്ങി വരുമ്പോഴേക്കും അഞ്ചു ഇതേ നമ്മുടെ പുറകെ കൂടെ ഇറങ്ങി വരുന്നു. കണ്ടോ ഞങ്ങളെ? അങ്ങനെ നമ്മുടെ സർപ്രൈസ് ഒക്കെ ചീറ്റിപ്പോയിട്ടോ. ഇവള് നമ്മളതിനെ മുന്നേ കണ്ടു തോന്നുന്നു, പക്ഷെ അവൾക്ക് തിരക്ക് കാരണം നമ്മുടെ ഭാഗത്തേക്ക് നോക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങാണ്. ഇനിയിപ്പോൾ അഞ്ജുനെ വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടിട്ടോ. അപ്പോൾ ഇവൾക്ക് ചായ കുടിക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്കും വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിതിപ്പോൾ ഫുഡൊക്കെ വെച്ചിട്ടല്ലേ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ജ്യൂസ് കുടിച്ചേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേഗം ജ്യൂസ് കുടിക്കാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ കയറിയിട്ടു. ഞങ്ങൾക്ക് 3 പേർക്കും പ്രത്യേകിച്ച് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്നാലും ഒരു ലൈമോ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അദൃശ്യം പോയിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ വിഷ്ണുവായിട്ട് ഇതേ ലൈമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ ഇരുന്നിട്ട് ഇതേ ലൈമൊക്കെ കുടിക്കാൻ കേട്ടോ. നമുക്കൊക്കെ കുറച്ച് സമയം കിട്ടിയിട്ടുള്ളൂ, എങ്കിൽ പോലും നമ്മൾ ഉള്ള സമയം കൊണ്ട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദർശേട്ടൻ അച്ഛൻ ഇതിനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ. അപ്പം അഞ്ജുവിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും അഞ്ജുനും കൂടെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദർശേടൻ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. ഇനി നമ്മൾ നേരെ അഞ്ജുവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു അന്തരീക്ഷമായിട്ടാണ് തോന്നിയത്. കാരണം 2 പെൺകുട്ടികൾ, അച്ഛൻ, അമ്മ, അങ്ങനെ ഒരു ചെറിയ ലോകം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു കണക്ഷൻ കിട്ടി. അപ്പം അച്ഛനും അമ്മയൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നു. ഇനി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം കേട്ടോ, കാരണം നമ്മളിനി വീട്ടിലെത്താൻ ലേറ്റ് ആവും. അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അഞ്ജുവിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ കസിൻസിൻ്റെയോ വലിച്ചിട്ടൊക്കെ വീടുണ്ട്. അപ്പോൾ അങ്ങോട്ടും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ വേഗം അവിടെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടൊക്കെ കണ്ടിട്ട് പോകുന്നു കേട്ടോ. അപ്പം അഞ്ജുവിൻ്റെ അമ്മയും ആദർശേട്ടനും ഞാനും കൂടിയിട്ട് ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാനുണ്ടോ. ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്, ചുറ്റോറും അമ്പലവും, തൊട്ടപ്പുറത്ത് തന്നെ അമ്പലമുണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ അമ്പലമുണ്ട്. ഭയങ്കര ഇതാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവേട്ടനും അഞ്ചും കൂടി നടന്ന് വരുന്നുണ്ട് വലിച്ചിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട്. അങ്ങനെ അവരുടെ അടുത്തൊക്കെ ബാഗൊക്കെ ടാറ്റൊക്കെ കൊടുത്തിട്ട് നമ്മളിത് നേരെ നമ്മുടെ വീട്ടിലേക്ക് വിട്ടു. എൻ്റെ ഫോണിലാച്ചങ്ങ് തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫോണിന് വേഗം കാറിൽ കുത്തിയിട്ടു കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ 4-5 മിസ് കോൾ കേട്ടോ. തന്നെ ഞാൻ ഉറപ്പിച്ചു വിട്ടു ഇനി വീട്ടിലെത്തി എനിക്ക് ഉഷാറാവുന്നു. അങ്ങനെ വീട്ടിലെത്തി ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും അമ്മ ഇതേ ചൂലൊക്കെ പിടിച്ച് അടിച്ചു വരുന്നുണ്ട്. അമ്മയുടെ മുഖം കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി. അങ്ങനെ കുറച്ച് ചീത്തയൊക്കെ കേട്ടു, ഇത്ര ലൈറ്റ് ആയിന് കേട്ടോ. അങ്ങനെ വിഷ്ണുവേട്ടനും കയറി. ആദർശേട്ടൻ ഇതേ കാറിൽ നിന്ന് നമുക്ക് ഇനി സാധനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാനും ആദർശേട്ടനും കൂടിയിട്ട് എടുത്തു. ഇനി എനിക്ക് പാല് വാങ്ങിക്കാനൊക്കെ പോകാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം അതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പിടിച്ച് കയറുകയാണ്. അങ്ങനെ ഇതേ അമ്മയും വിഷ്ണുവേട്ടനും ആദർശേട്ടനും കൂടിയിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കാൻ കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പം ഞാനച്ചങ്ങ വീട്ടിൽ പഞ്ഞി വെച്ച് കയറിയാൽ മതി എന്ന് വെച്ചിട്ടാട്ടോ കയറിയിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മുടെ ഇത് നന്നായിട്ട് ചീത്ത കേൾക്കുന്നുണ്ട്. കാരണം ഒരു 6 മണി 6:15 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ലേറ്റ് ആയതിനെ നല്ല ചീത്ത കേട്ടു. അങ്ങനെ വിഷ്ണുവേട്ടൻ പോയിട്ടോ. വിഷ്ണുവേട്ടൻ തിരിച്ചതായി വീട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ചില്ലല്ലോ, അപ്പോൾ ചേട്ടൻ നടന്നു പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകാൻ കേട്ടോ. ഇനി എനിക്ക് പാലൊക്കെ വാങ്ങിക്കാൻ പോകണം. അതിന് മുന്നേക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദർശേട്ടൻ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കൊടുത്തു കേട്ടോ. സംഭവം ഫാർമസിയുടെ ഒരു 2ാം റോളോൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ ആദർശേട്ടന് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് ആദർശേട്ടന് കൊടുത്തു. ചേട്ടൻ ഇത് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പൊട്ടിച്ചു നോക്കാം കേട്ടോ. ഗിഫ്റ്റ് എത്ര ചെറുതായാലും വലുതായാലും ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഏതെങ്കിലും ഷോർട്സിന്റെ ഇടയിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിറങ്ങിയപ്പോൾ ആദർശേട്ടനുണ്ട് പറഞ്ഞിട്ട് ചേട്ടനും എൻ്റെ ഒപ്പം പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഇതേ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛൻ ഇപ്പോൾ ഈ പാലൊന്നും തീരെ ഇഷ്ടമല്ല. എനിക്ക് മുന്നൊക്കെ പാല് കുടിക്കുമ്പോൾ ഞാനൊരു 5-ാം മാസം തൊട്ടിട്ടാണ് പാല് കുടിച്ചു തുടങ്ങിയിട്ട്. അപ്പോഴൊന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് വീണ്ടും പാലൊന്നും ഇഷ്ടമില്ല. കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. പിന്നെ രാത്രി നമ്മൾ മേലൊക്കെ കഴുകിയിരിക്കാണ്ടോ. അപ്പോഴാണ് നമ്മുടെ മാളുമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാളുമായിട്ട് ഇത് വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.